ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡൽഹി സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ പോകുന്നത് സരോജിനി മാർക്കറ്റിലേക്കാണ്. ഞാനും അമ്മയും അച്ഛനും സൗമ്യശ്രീയും കൂടിയാണ് കേട്ടോ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ചേട്ടന്മാരും സൗമ്യശ്രീയുടെ മക്കളും ആരും വന്നിട്ടില്ല നമ്മുടെ കൂടെ. ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സരോജിനി മാർക്കറ്റ് മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണെന്ന് അവൾ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ സരോജിനി മാർക്കറ്റ് ഇല്ലായിരുന്നു, എങ്കിൽ കൂടിയും നമ്മൾ അതും കൂടി കവർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ സരോജിനി മാർക്കറ്റിനെ കുറിച്ചാണ് കൂടുതൽ ആൾക്കാരും റീൽസ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ബാഗും പേഴ്സും മൊബൈലും ഒക്കെ നല്ലപോലെ സൂക്ഷിക്കുക. കാരണം ഇവിടെ കൂടുതലും കള്ളന്മാരുള്ളത് കൊണ്ട് അപ്പോൾ അവനവൻ്റെ സാധനങ്ങൾ നല്ലപോലെ സൂക്ഷിക്കുക. നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്ക് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ദൂരമുണ്ട് മാർക്കറ്റിലേക്ക്. മാർക്കറ്റ് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാരണം ഞങ്ങൾ ഫസ്റ്റ് എല്ലാം ഒന്ന് നോക്കി കാണുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാ ദിവസവും ഈ മാർക്കറ്റ് ഓപ്പൺ ആണ് കേട്ടോ, ഒരു ദിവസം പോലും ഇല്ല അവധി. എന്നിട്ട് പോലും ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. കൂടുതലും ലേഡീസ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ജെൻസിന് ഇല്ലെന്നല്ല, ജെൻസിൻ്റെ ഐറ്റംസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല പോലെ തന്നെ ബാർഗിൻ ചെയ്ത് വേണം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഷോപ്പിൽ കാണുന്ന ഐറ്റംസ് ഒന്നും നമ്മൾ എത്ര ബാർഗിൻ ചെയ്താലും അവർ ആ വില കുറയ്ക്കില്ല. അവരൊരു ഫിക്സഡ് റേറ്റ് ഇട്ടിട്ടുണ്ട്, ആ ഒരു റേറ്റിന് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. സൗമ്യശ്രീ ഇവിടെ സെറ്റിലായതുകൊണ്ട് അവർ മിക്ക ആഴ്ചയും വരാറുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ ആദ്യം പോയത് മോതിരവും കമ്മലൊക്കെ വെക്കുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ. എനിക്ക് എവിടെ ചെന്നാലും ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് കമ്മൽ കളക്ഷനാണ്. അത് ഞാൻ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നതും അത് തന്നെയായിരിക്കും. ഒരുപാട് കമ്മൽ കളക്ഷൻസ് എനിക്കുണ്ട്, കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുമുണ്ട് കമ്മലിൻ്റെ. എന്നാൽ കൂടിയും കമ്മൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് വാങ്ങിക്കും. അപ്പോൾ എന്നെ പോലെ കമ്മൽ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് നേരെ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഷോപ്പിലും അവൾ വേറെ ഷോപ്പിലുമാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ വഴിയും കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് അവൾ ഓരോന്ന് നോക്കിയാണ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിടത്തെത്തി അവളെ കാണാതാവുമ്പോഴാണ് കേട്ടോ പിന്നെ അവളെ കോൾ ചെയ്ത് നമ്മൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നമ്മൾ ക്ലോത്തിങ് സെക്ഷനിലേക്ക് പോയി അത്യാവശ്യം ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലുതായിട്ട് റേറ്റ് കുറവൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ. കാരണം നമ്മൾ പല മാർക്കറ്റുകളിലും പോകുന്നതായതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാവരും പറയുന്നത് പോലെ വളരെ ചീപ്പസ്റ്റ് റേറ്റിന് കിട്ടും എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മളെപ്പോഴും മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല. അങ്ങനെ സമയം ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആഗ്രാപ്പേടയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പല വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ഇവിടെ. ബുദ്ധൻ്റെയൊക്കെ പല വെറൈറ്റി സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വെക്കാനായിട്ട് അച്ഛൻ ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗമ്യശ്രീ ഇവിടുന്ന് ഒരു ഫ്ലവർ വൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പർച്ചേസും കഴിഞ്ഞ് നമ്മൾ നേരെ ക്വാർട്ടേഴ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സരോജിനി മാർക്കറ്റിലെ പർച്ചേസിങ് വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.